സതീശൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദ പ്രകടനം പത്തനംതിട്ട നഗരത്തിലും നടത്തി. പടക്കം പൊട്ടിച്ചും മധുരം വിളമ്പിയാണ് പ്രകടനം നടത്തിയത്. നീണ്ട 11 ദിവസത്തിന് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണ്. അതിന്റെ ആഹ്ലാദം സംസ്ഥാനത്ത് മൊത്തത്തിൽ അലയടിക്കുമ്പോൾ പത്തനംതിട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ. എങ്ങനെയാണ് സുരേഷ് ഈ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ കാണുന്നത്? അല്ല, 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് ആഹ്ലാദമുണ്ട്. ആ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം നടത്തിയിരിക്കുന്നത്. 10 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കഷ്ടപ്പെടുകയായിരുന്നു. പലതരത്തിലുള്ള കള്ളക്കേസുകൾ, അതോടൊപ്പം തന്നെ തട്ടിപ്പുകൾ, ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുർഭരണം, അതിനെയാണ് ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത്. 10 ദിവസം താമസിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ജനങ്ങള് ആ താമസത്തെ പോലും അംഗീകരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ പ്രിയങ്കരായ നേതാക്കന്മാർ, ശ്രീ KC വേണുഗോപാലായാലും ശ്രീ രമേശ് ചെന്നിത്തലയായാലും ശ്രീ VD സതീശനായാലും അവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാണ്. പക്ഷേ ഹൈക്കമാൻഡ് ശ്രീ VD സതീശന്റെ പേരാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ലഭിച്ചിരിക്കുന്നു. അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളാകമാനം കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങളും പങ്കുചേരുന്നു. എന്തൊക്കെയാണ് ഈ VD സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ ജില്ലയുടെ പ്രതീക്ഷ? കേരളത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നേതാക്കന്മാര് ചേർന്ന് KPCCയും UDFും എല്ലാം ചേർന്നാണ് മന്ത്രിമാരെയും മറ്റുള്ള ആളുകളെയും ഒക്കെ നിശ്ചയിക്കുന്നത്. തീർച്ചയായും ഈ UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പത്തനംതിട്ടയ്ക്ക് നല്ല ഒരു പ്രാമുഖ്യം ഉണ്ടാകും. വലിയൊരു പ്രാധാന്യം പത്തനംതിട്ട ജില്ലയ്ക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പത്തനംതിട്ട ജില്ല കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റും നേടി 10 വർഷത്തോളം ഇരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വികസനവും പത്തനംതിട്ട ജില്ലയിൽ നടന്നിട്ടില്ല. അപ്പൊ ആ വികസന പ്രവർത്തനങ്ങൾ ഇനി നടത്തുവാൻ, നാടിന്റെ മുഖച്ഛായ മാറ്റുവാൻ UDFന്റെ ഈ സർക്കാരിന് കഴിയും. അതിന് കഴിവുള്ള 4 MLAമാര് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെയും മറ്റ് കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജില്ലാ പഞ്ചായത്തും ഒപ്പം തന്നെ ഏകദേശം ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തെല്ലാം ഇപ്പോൾ UDFന് അനുകൂലമാണ്. അതിന്റെ ഒരു തുടർച്ച ഇനി നമുക്ക് 5 വർഷത്തേക്ക് നമുക്ക് ഈ ജില്ലയിലും പ്രതീക്ഷിക്കാം. അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ പഞ്ചായത്തുകളിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ വിജയിച്ചു, മുനിസിപ്പാലിറ്റികൾ വിജയിച്ചു, ജില്ലാ പഞ്ചായത്ത് വിജയിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഈ പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും കോൺഗ്രസിനെയും UDFനെയും തോൽപ്പിക്കാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. ഈ തവണ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലും ഈ അസംബ്ലി ഇലക്ഷനിലും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ വിജയം നേടിയെടുക്കുവാൻ സാധിച്ചത്. ആ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി, ജനങ്ങളുടെ സേവകരാണ് നമ്മൾ എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ ഇനിയും ഒരു കാലത്തും ഈ പത്തനംതിട്ട കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പോകാതെ, കേരളം UDFന്റെ കയ്യിൽ നിന്നും പോകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തരത്തിൽ നല്ല ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, നമുക്കറിയാം എപ്പോഴും കോൺഗ്രസിന്റെ ഒരു നിയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതെങ്കിലും സമയത്ത് അത്തരത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ കഴിഞ്ഞ കുറെ നാളുകളായി സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ 5ന് ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ പോവുകയാണ്. KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. വീണ്ടും കേരളത്തിൽ ഒരു വികസനത്തിന്റെ പൂക്കാലം ഉണ്ടാകാൻ പോകുന്നു. അതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ വികസനത്തിന്റെ പൂക്കാലം സംസ്ഥാനത്തിന് ഒട്ടാകെ മാതൃകയാകുമ്പോൾ അത് ജില്ലയ്ക്ക് കൂടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് DCC വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള A. സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം J, പത്തനംതിട്ട.